ലൈഫിൽ ഉൾപ്പെടാത്തവർക്കായി മണ്ണാർക്കാട് നഗരസഭ തിരഞ്ഞെടുപ്പിന് മുമ്പ് നടപ്പാക്കിയ ഭവന പദ്ധതിയിൽ വീട് നിർമ്മാണം തുടങ്ങിയവർ വെട്ടിലായി. രണ്ടാം ഗഡു നൽകാത്തതിനെതിരെ കൌൺസിലിൽ യോഗത്തിൽ ബഹളം. സർക്കാരിന് കത്തെഴുതട്ടെ എന്ന് സെക്രട്ടറി. നിലവിലുള്ള വീട് പൊളിച്ച് തറകെട്ടിയവർ വീട് പണി തുടരാൻ കഴിയാതെ വലഞ്ഞു. അല്ല 40,000 രൂപ മേടിച്ചത് കൊണ്ട് അവർ കുറ്റക്കാരാകാൻ പാടില്ലല്ലോ. ഇരിക്കുന്ന വീട് പൊളിച്ചിട്ട് ഒരു വർഷത്തോളം നിങ്ങൾ നഗരസഭയിലെ 29 വാർഡുകളിൽ നിന്ന് അർഹരായ 5 പേരെ വീതം തിരഞ്ഞെടുത്ത് കഴിഞ്ഞ ഭരണസമിതിയാണ് പദ്ധതി നടപ്പാക്കിയത്. നഗരസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് പദ്ധതി. ഓരോ ഗുണഭോക്താവിനും 4 ലക്ഷം രൂപ നൽകാനായിരുന്നു തീരുമാനം. ഇതനുസരിച്ച് ആദ്യഗഡുവായി 200ഓളം പേർക്ക് 40,000 രൂപ വീതം നഗരസഭ ഹാളിൽ ചടങ്ങ് സംഘടിപ്പിച്ച് വിതരണം ചെയ്തു. ആദ്യ ഗഡു ലഭിച്ചവർ നിലവിലെ വീട് പൊളിച്ച് തറകെട്ടി. എന്നാൽ രണ്ടാം ഗഡു നൽകാത്തതിനാൽ തുടർ പ്രവൃത്തികൾ ആരംഭിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. വീട് പൊളിച്ചവർ വാടകയ്ക്കാണ് താമസിക്കുന്നത്. മഴക്കാലത്തിന് മുമ്പ് വീട് നിർമ്മാണം പൂർത്തിയാക്കണമെന്ന് കരുതിയാണ് ആദ്യ ഗഡു ലഭിച്ചയുടൻ വീട് നിർമ്മാണം തുടങ്ങിയത്. എന്നാൽ രണ്ടാം ഗഡുവിനായി നഗരസഭയിൽ അന്വേഷിക്കുമ്പോൾ സർക്കാർ അനുമതി ലഭിച്ച ശേഷമേ നൽകാനാവൂ എന്നാണ് മറുപടി ലഭിക്കുന്നതെന്ന് കൗൺസിലർ AK രാധാകൃഷ്ണൻ പറഞ്ഞു. നഗരസഭയിൽ നിന്ന് പണം ലഭിക്കുന്ന മുറയ്ക്ക് കരാറുകാർക്ക് നൽകുമെന്ന് ഉറപ്പ് നൽകിയാൽ പല ഗുണഭോക്താക്കൾക്കും കരാറുകാർ വീട് നിർമ്മിച്ച് നൽകാൻ തയ്യാറാണ്. ഇക്കാര്യത്തിൽ അടിയന്തര തീരുമാനമുണ്ടാകണമെന്നും രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ഈ 40,000 രൂപ കൊടുക്കേണ്ട ആവശ്യം ഓൺ ഫണ്ട് പരിമിതമാണെന്നും ലോണെടുത്ത ശേഷമേ രണ്ടാം ഗഡു നൽകാനാകൂ എന്നും സെക്രട്ടറി M സതീഷ് കുമാർ പറഞ്ഞു. എന്നാൽ ഇക്കാര്യത്തിൽ ആവശ്യമായ നടപടി ഉടൻ സ്വീകരിക്കുമെന്ന് നഗരസഭാ അധ്യക്ഷ K സജന പറഞ്ഞു. മണ്ണാർക്കാട് തോരാപുരത്തെ അഴുക്കുചാലിലേക്ക് ശുചിമുറി മാലിന്യം ഒഴുക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കുമ്പോഴും മാലിന്യം ഒഴുക്കുന്നത് തടയാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് കൗൺസിലർ PM ജയകുമാർ പറഞ്ഞു. ഇത്തരത്തിൽ മലിനജലം ഒഴുക്കുന്ന സ്ഥാപനങ്ങൾക്ക് എങ്ങനെ ലൈസൻസ് നൽകുമെന്നും ജയകുമാർ ചോദിച്ചു. ഈ മുനിസിപ്പാലിറ്റി തന്നെ നിരവധി രേഖകളുണ്ട് ഈ വേസ്റ്റ് മാലിന്യം തള്ളുന്നു എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് ലൈസൻസ് കിട്ടി എന്നുള്ള നിലയ്ക്കാണ് അവിടുത്തെ സ്ഥാപനങ്ങൾ ഇപ്പോഴും അവകാശപ്പെടുന്നത്. അപ്പൊ ആ മാലിന്യം തള്ളുന്ന അതേ സമയത്ത് തന്നെ ലൈസൻസ് കൊടുക്കുന്ന ഈ സമ്പ്രദായങ്ങൾ നിർത്തി വളരെ അടിയന്തരമായിട്ട് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. ഇതിന് അധികൃതർ മറുപടി ഒന്നും നൽകിയില്ല. വാർഡുകളിൽ തെരുവുളക്കൾ കത്തുന്നില്ലെന്നും അടിയന്തരമായി ലൈറ്റ് തെളിയിക്കാൻ നടപടി വേണമെന്നും കൗൺസിലർ ഷമീർ വാപ്പു ആവശ്യപ്പെട്ടു. 2-3 ഐറ്റാണ് ഈ ഉണ്ടവഴുപ്പുള്ളത്. ഒരൈറ്റം സുധാകരന്റെ ടീമും നേരാക്കി തരുന്നുണ്ട്, മറ്റേ ഐറ്റം പോലും നേരാക്കണില്ല. കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ട് ഞാനൊരു 6 രൂപയോളം മേടിച്ചു കൊടുത്തു. 2 ആളുകൾ എനിക്ക് ഓടിച്ചു തന്നു, ബാക്കി 4 ഞാൻ എൻ്റെ പൈസ ഇട്ട് ലൈറ്റ് ഇട്ടു. ചൂടുകാലത്ത് പാമ്പ് കടിയേൽക്കുന്നത് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പോലും തെരുവുകൾ ഇരുട്ടിലാണ്. സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്താണ് തന്റെ വാർഡിൽ വിളക്ക് ശരിയാക്കിയതെന്നും ഷമീർ പറഞ്ഞു. ലൈറ്റുകളുടെ അറ്റകുറ്റപ്പണി ടെൻഡർ നൽകാൻ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം തീർന്നതിന് ശേഷമേ ടെൻഡർ നടപടികൾക്ക് പോകാൻ കഴിയൂവെന്ന് ഉപാധ്യക്ഷൻ K ബാലകൃഷ്ണൻ പറഞ്ഞു. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ.